അയാൾ അങ്ങനെ രാധിക ഈ വരുണിങ്ങനെ കുളി കഴിഞ്ഞ് ഇങ്ങനെ തുമ്മുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വേണമെങ്കിൽ വെള്ളം ഇറങ്ങി മഴ കൊണ്ടതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ ഇങ്ങനെ രാസനാദി പൊടിയൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട് മഴ കൊണ്ടതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവ ഇങ്ങനെ പറയുന്നുണ്ട്, ഏയ് നല്ല ചൂടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ രാത്രി കുളി അങ്ങ് അവസാനിപ്പിക്കുക, എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഇത്രയും നിസാര കാര്യത്തിന് എന്തായാലും ഈ രാത്രി കുളി അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ അവിടെ ഒരുപാട് ജോലികളൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നിൻ്റെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ എന്താ ചുമടെടുക്കാൻ പോയതാണെന്ന്, അത്രയ്ക്ക് ക്ഷീണം പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അല്ല എവിടെ പോയാലും ഈ വരുണിന് ഏതെങ്കിലും ഒരു ശത്രുക്കൾ ഉണ്ടാവില്ല, ഇനി അവിടെ ഉണ്ടല്ലോ ഒരാളിങ്ങനെ പണി തരാൻ, എന്താണ് അവളുടെ പേര്, സോന എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണും പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ എവിടെ പോയാലും എനിക്കൊരു ശത്രു ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഇവനും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതെന്താണെന്നറിയോ, അത് ജാതകത്തിൻ്റെ കുഴപ്പമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണും പറയുന്നുണ്ട്, അത് ശരിയാണ്, ജാതകത്തിൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജാതകം എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, എന്നിട്ട് വേണം ആ ജാതകത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരുപാട് ചിലവ് വരാൻ, അതൊക്കെ നല്ല ചിലവുള്ള കാര്യമാണ്, അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ചിന്തയൊക്കെ കൂടി വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലേ, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവനിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാധിക ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രാധികനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വിശക്കുന്നില്ലേ, നീ ഇരിക്കുന്നില്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, പിന്നല്ലാതെ നല്ല വിശപ്പുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഈ വരുണ് പറയുന്നുണ്ട്, അല്ല എന്താണാവോ എനിക്ക് ഈ കിട്ടുന്ന ശത്രുക്കളൊക്കെ പെണ്ണുങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധികയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഈ വരുണിന് കിട്ടുന്ന എല്ലാ ശത്രുക്കളും പെണ്ണുങ്ങളാണല്ലോ, അതൊക്കെ വില്ലന്മാരല്ല വില്ലത്തികളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി എൻ്റെ ഗ്ലാമറൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ഈ രാധികൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വരുൺ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അത് ശരിയാ, വരുൺ എന്താ സുന്ദരനല്ലേ, നല്ല സുന്ദരനാണ്, അതുകൊണ്ട് ഈ കാണുന്നവരൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, പക്ഷേ അവർക്കിതാ ഇതുപോലെ അടുത്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് ചോദിക്കാണ്. മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു ഉരുള ചോറെടുത്തിട്ട് അവൻ്റെ വായിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ അങ്ങ് വാരി തരാൻ പറ്റുമോ, ഇല്ലല്ലോ, അവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ രാധിക അങ്ങ് പറയാനും. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് നീ നല്ല ഈസി ആയിട്ട് ഇതങ്ങ് ഹാൻഡിൽ ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് തമാശക്ക് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതൊന്നും യാതൊരു കുഴപ്പമില്ല, അതിലിപ്പോൾ ഞാനിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വരുണിനോട് തെറ്റണം, എന്നിട്ട് വരുണിന് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഒരു പഞ്ചാര വർത്തമാനമൊക്കെ പറയണം, അതേ വേണ്ടിയല്ലേ, അതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ രാധിക അങ്ങ് തുറന്ന് പറയാണ്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ആശ്രമത്തിൽ ഈ ശങ്കർജി ഊർമിളിനോടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ശങ്കർജി ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല ഇപ്രാവശ്യത്തെ ഓണം കൂടി അടിപൊളിയാക്കണ്ടേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ശങ്കർജി ഇവരോട് അങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, അടിപൊളിയായിരുന്നു ഓണം, ഓണാഘോഷമൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട്, അതെ സദ്യയുടെ കാര്യത്തിലായിരുന്നു വീണ്ടും ഒരു സംശയം, സദ്യ അത്രയ്ക്ക് അങ്ങ് ഉഷാറായിട്ടില്ല എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഊർമിള പറയുന്നുണ്ട്, അത് ശരിയാണ്, സദ്യയുടെ കാര്യം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീമിനോടൊന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, അല്ല നീ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഊർമിള, ഇല്ല ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഈ ശങ്കർജിനോട് പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ശങ്കർജി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു യൂട്യൂബിൽ ഒരു ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറയുന്ന ഒരു സദ്യ, അതിൽ കണ്ട ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ല, ആ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ പെൺകുട്ടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഞാൻ അവരെന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളോ അവരെ കുറിച്ചോ ഒന്നും ചോദിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ആ കുട്ടീനെ അങ്ങ് ഓർത്തു പോയത്. എന്തായാലും ആ കുട്ടി വളരെ നല്ലൊരു കുട്ടി തന്നെയാണ്, ഇത്രയും നല്ലൊരു സ്വഭാവം നല്ല മനസ്സും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ വേദനകളെക്കാട്ടിലും കൂടുതൽ അവർ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ശങ്കർജി അങ്ങ് പറയുന്നുണ്ട്. നമുക്കെന്തായാലും അവരോട് അങ്ങ് സത്യം അങ്ങ് പറയാം, കാരണം
അവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഒരു കഷ്ടപ്പെട്ട് ആണ് അവർ അങ്ങനെ ഒരു ആറ്റുവാശ്ശേരി സദ്യ തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് അവരിപ്പോൾ എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർക്കൊരു തുടക്കം ഉണ്ടാകുന്നത് അതും ഒരു നല്ല കാര്യം തന്നെ അല്ലേ. അവർക്ക് നമുക്കും ഒരു തുടക്കം ഇട്ട് കൊടുക്കുക, അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ചെയ്യുന്ന അതേ കാര്യം തന്നെ അല്ലേ ചെയ്യുന്നതും. അവളെയും കൂടി അങ്ങ് സഹായിക്കുക, അവളുടെ ജീവിതം കൂടി നമ്മൾ കാരണം അങ്ങ് ഒരു തുടക്കം ആയിക്കോട്ടെ, ഒന്ന് മെച്ചപ്പെട്ടോട്ടെ. നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ബാക്കി അവരങ്ങ് കയറിക്കോളും എന്നൊക്കെ അങ്ങനെ പറയാൻ. അപ്പോൾ മറ്റു രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാ ശങ്കർജി ചിന്തിക്കുന്നിടത്തൊക്കെ എന്തായാലും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും, അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ ഈ ഊർമിള ആ ചേച്ചിയും കൂടിയിട്ട് അങ്ങ് ഈ ശങ്കർജിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ വിളിച്ച് അവരോട് തന്നെ ഓർഡർ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം ശങ്കർജി അങ്ങ് തീരുമാനിക്കുന്നുണ്ട്. അതേ സമയത്ത് ആറ്റുവാശ്ശേരിയിൽ അവിടെ ആ ജോലി ചെയ്യുന്ന ചേച്ചിമാർ, ആ പാചകം ചെയ്യാൻ സഹായിക്കുന്ന ചേച്ചിമാർ അങ്ങ് വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്നുണ്ട്. രാധിക മോളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ രാധിക അങ്ങനെ വന്നിട്ട് എന്താ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. കൂടെ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും അതുപോലെ തന്നെ യശോദാമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, അതേ മോളെ, നമ്മളാ വീഡിയോ അല്ലേ അത് ഇന്നലെ രാത്രി എല്ലാവരും കണ്ടു, അത് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, എല്ലാ ആളുകളുടെ അടുത്തും അത് എത്തിയിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ ആറ്റുവാശ്ശേരി സത്യനെ കുറിച്ചൊക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അവർ ഡീറ്റെയിൽ ആയി ചോദിച്ചു എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ മറ്റേ ചേച്ചിയും പറയുന്നുണ്ട്, ശരിയാണ്, ഞാനും പുറത്തിറങ്ങിയ സമയത്ത് എന്നോട് എല്ലാവരും ഇതേപ്പറ്റി തന്നെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചിമാർ രാധികനോട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യമാണ്, ആ വിഷം ഭക്ഷണത്തിൽ കലർത്തിയ ആ ഒരു ചേച്ചിയുടെ പേരെന്താണ്, അതുപോലെ അവരെവിടെ താമസിക്കുന്നത് എന്നുള്ള അവരുടെ ഡീറ്റെയിൽസൊക്കെയാണ് അവരെല്ലാവരും കൂടി ചോദിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് രാധികനോട് പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്, നമ്മൾ എന്തായാലും ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് തോന്നുന്നു, എല്ലാവർക്കും നമ്മുടെ തെറ്റ് തന്നെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ അടുത്തൊരു യാതൊരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് ഇനി എല്ലാവരും നമ്മളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിരിക്കും എന്നൊക്കെ അങ്ങനെ പറയാണ്. അതേ സമയത്ത് ഈ രാധിക ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ മോളെ അങ്ങനെ തന്നെ അല്ലേ, നമ്മൾക്ക് ഒരുപാട് കാലം അങ്ങനെ ചെയ്യാത്ത തെറ്റുള്ള ശിക്ഷ അനുഭവിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് ദൈവം തിരിക്കുന്ന ചക്രത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്താണ് ഇനി നമുക്ക് എന്തായാലും ഓർഡറൊക്കെ വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാധികയുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യാണ്. അപ്പോൾ ഈ രാധിക പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ശങ്കർജിയാണ്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, ഞാൻ ഈ ആശ്രമത്തിൽ നിന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ശങ്കർജി പറഞ്ഞോളൂ, അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ശങ്കർജി പറയുന്നുണ്ട്, ഇവിടെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നമില്ല, അമ്മക്കൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങ് വിളിച്ചതാണ് എന്നുള്ള കാര്യം പറയണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട സമയത്ത് നീ എന്താണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ്, എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ളൊരു സമയവും ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ നിൻ്റെ ആ വീഡിയോ കണ്ടു, അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, അത് നിങ്ങളുടെ ആയിരുന്നു. ഇത്രയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുള്ള ഇത്രയും ആഴത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം നിൽക്കുന്നുണ്ടല്ലോ, അതൊരു നന്മയുള്ള കുട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ, നിനക്ക് നല്ല നന്മയുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ രാധികനോട് പറയാണ്. അപ്പോൾ രാധിക ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അതെ, ഞാനിപ്പം വിളിച്ചത് ഞങ്ങളിവിടെ ഒരു ഓണാഘോഷമുണ്ട്, അപ്പോൾ ആ ഓണാഘോഷത്തിന് ഭക്ഷണം സദ്യ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സദ്യ എന്ന് പറയുന്നത് ഞങ്ങൾ ആറ്റുവാശ്ശേരി സദ്യ തന്നെ ആക്കിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ അതും കൂടി കേൾക്കുമ്പോൾ രാധികക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ 200 പേർക്കുള്ള ഭക്ഷണമാണ് വേണ്ടത്, അത് ആറ്റുവാശ്ശേരി സദ്യ തന്നെ ആയിക്കോട്ടെ, നിനക്കും ഒരു തുടക്കം ആയിക്കോട്ടെ എന്നുള്ള കാര്യം എങ്ങനെ ശങ്കർജി പറയാണ്. അപ്പോൾ രാധിക ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്, ഇത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന സമയത്ത് ഈ ശങ്കർജി പറയുന്നുണ്ട്, ഇങ്ങനെ എക്സൈറ്റഡ് ആകുമൊന്നും വേണ്ട, ഇത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെയല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പ്രശ്നം കാരണം ഒക്കെ തകർന്നടിഞ്ഞ് നിൽക്കുകയല്ലായിരുന്നോ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു തുടക്കം ഇട്ട് തരാം, ഇനി ബാക്കിയുള്ള ഓർഡറുകളൊക്കെ വന്നോളും എന്നൊക്കെ ഇങ്ങനെ ശങ്കർജി പറയാണ്. പിന്നെ എന്തൊക്കെ സദ്യയിലേക്ക് ചേർക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തായാലും ഊർമിളക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഊർമിളായിട്ട് സംസാരിച്ചോളൂ, അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. 200 പേർക്കുള്ള ഭക്ഷണമാണ് വേണ്ടത് എന്നുള്ളത് അയാൾ വീണ്ടും അങ്ങ് ഈ രാധികനോട് പറയുന്നുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ കൺഫേം ആക്കാണ്, ഓക്കെ, അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള കാര്യം അങ്ങ് ഈ രാധിക പറയുന്നുണ്ട്.
എന്നിട്ട് ഈ ശങ്കർജി അങ്ങ് ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാധികനോട് ഇവരെ എല്ലാവരും കൂടിയിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ട്, ആരാ ഫോൺ ചെയ്തത് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവൾ എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്, അതെ ആ ആശ്രമമില്ല, ആശ്രമത്തിലുള്ള ശങ്കർജിയാണ്. ശങ്കർജി വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഓണാഘോഷത്തിന് നമ്മുടെ സദ്യയാണ് അവർ ഓർഡർ ചെയ്യുന്നത് എന്ന് പറയാണ്. അത് 200 പേർക്കുള്ള ഭക്ഷണമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇത് നമ്മുടെ നല്ലൊരു തുടക്കമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ രാധിക ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശിയും പറയുന്നുണ്ട്, അതാണ് നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ തളർന്നു പോകാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എന്തായാലും ശങ്കർജിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോണ്ടാക്റ്റും ഒക്കെ ഉള്ളതാണ് വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട്. അപ്പം അവർ ഇങ്ങനെ ഒരു ഓർഡർ തന്നാൽ എന്തായാലും അത് നമുക്കൊരു ഉപകാരപ്പെടുന്ന ഉറപ്പാണ് എന്നുള്ള കാര്യം ഇങ്ങനെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ചേച്ചിമാരോട് പറയുന്നുണ്ട്, ഇനി നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നും അല്ല കേട്ടോ, നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യാനായി, നമ്മൾ ഇനി വീണ്ടും അങ്ങ് തിരിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ആ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അവിടെയുള്ള ഒരു പ്രശ്നം അങ്ങ് നടക്കുകയാണെന്നുണ്ട്. ഈ ഒരു MDയുടെ ക്യാബിനിലേക്ക് ഇങ്ങനെ അവിടെയുള്ള ഒരാളിങ്ങനെ വന്നിട്ട്, ഒരു സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മാഡം അവിടെ മറ്റേ ആൻ്റണി വന്നിട്ടുണ്ട്, ആൻ്റണി ഐസക് വന്നിട്ടുണ്ട്, അയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ MD പറയുന്നുണ്ട്, അയാളോട് അങ്ങ് പുറത്ത് പോകാൻ പറയും, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിനോട് പിടിച്ച് അങ്ങ് പുറത്താക്കാൻ പറയും, അയാൾ ഇവിടെ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്, ഇവിടെ എന്തിനാണ് അയാൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ മാഡം നമ്മൾ അയാൾക്കെതിരെ കേസ് കൊടുത്ത് അയാൾ 3 മാസക്കാലം ജയിലിലിരുന്നു, ആ ഒരു 3 മാസക്കാലം അയാൾക്ക് നഷ്ടപ്പെട്ട് അത് നമ്മൾ കേസ് കൊടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പക വീട്ടാനും കൂടിയിട്ടാണ് വന്നത്. അയാളാണെങ്കിൽ ഭയങ്കര വയലൻ്റാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നൊക്കെ പറയണം. അപ്പോൾ MD പറയുന്നുണ്ട്, എന്തൊരു കാരണവശാലും എൻ്റെ ക്യാബിനിലേക്ക് അയാളെ വരാൻ സമ്മതിക്കരുത്, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇതിനകത്ത് അയാൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഈ MD അങ്ങ് പറയാണ്. MD സ്വയം അങ്ങ് സെൽഫിഷായി അങ്ങ് മാറുകയാണ്. കാരണം അയാൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി, ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സോന അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സോന പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിനെ പിടിച്ച് അങ്ങ് പുറത്താക്കാൻ പറയും, അയാളോട് എന്തായാലും ഈ നമ്മുടെ ഓഫീസിനകത്തേക്ക് അയാളെ കയറ്റരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അയാളവിടെ പുറത്തിരിക്കുന്നുണ്ട്, അയാൾക്ക് MDയെ തന്നെ കാണണം എന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത് അയാളുടെ ആ ഒരു 3 മാസക്കാലം അയാൾക്കാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ MD പറയുന്നുണ്ട്, സംഭവം ഇത് അയാളുടെ സ്ഥലമായിരുന്നു എന്ന് വിചാരിച്ച് അയാൾ വേറൊരാൾക്ക് വിറ്റ്, ആ വിറ്റ് ആൾ അയാളെ ചതിച്ച്, പക്ഷേ ഇത് നമ്മൾ 3ാം കിടക്കാരല്ലേ, നമ്മൾ 3ാമത്തെ ആളല്ലേ, അപ്പം നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, നമ്മളത് പറ്റിച്ചത് ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അയാൾ ആ 2ാമതുള്ള ആളെ അങ്ങ് പിടിച്ചിട്ട് പ്രശ്നം അങ്ങ് പരിഹരിക്കാൻ പോയാൽ പോരെ, നമ്മൾ എന്തിനാ ഇതിലേക്ക് വലിച്ചിടാൻ പോകുന്നത്, ഇത് അയാളുടെ സ്ഥലമായിരുന്നു എന്ന് വെച്ച് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയതല്ലേ എന്നുള്ള കാര്യമൊക്കെ പറയണം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആൻ്റണിയുടെ സ്ഥലമായിരുന്നു അവർ നിൽക്കുന്ന ആ ഒരു ഓഫീസ്. അപ്പോൾ ആ ഒരു സ്ഥലം വേറൊരാൾ വാങ്ങി പറ്റിച്ചതാണ് അയാളെ, അപ്പോൾ അയാൾ മറിച്ച് ഇവർക്ക് വിറ്റതാണ്. അപ്പോൾ ആ ഒരു ചതി നടന്നത് കൊണ്ട് തന്നെ ആ സ്ഥലം അയാൾക്ക് തിരിച്ചു വേണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സോന അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് അയാൾ 3 മാസം ജയിലിൽ അങ്ങ് കിടന്ന് വരികയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അയാൾ നന്നായിട്ടുണ്ട്. ആ സമയത്താണ് സോനയ്ക്ക് ഒരു ബുദ്ധി അങ്ങ് ഉദിക്കുന്നത്, അല്ല നമ്മുടെ പുതിയ മാനേജർ ഉണ്ടല്ലോ, നീ അല്ല പറഞ്ഞത് അയാൾ ഭയങ്കര എഫിഷ്യൻ്റാണ്, അടിപൊളിയാണ് എന്നൊക്കെ, എന്നാൽ അയാളോട് അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പറയും ഇയാളെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ മാഡം ഇയാൾ കുറച്ച് വയലൻ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, എന്താണെങ്കിലും അയാൾ നല്ല എഫിഷ്യൻ്റ് ആണെന്നല്ല പറഞ്ഞത് പുതിയ മാനേജർ, അതുകൊണ്ട് മാനേജറെ കൊണ്ട് തന്നെ ഇയാളങ്ങ് ഡീൽ ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ് ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ ആൻ്റണിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ആൻ്റണി ആണെങ്കിൽ അവിടെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ പേപ്പറുകളൊക്കെ ചുരുട്ടി കൂട്ടി അങ്ങനെ വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ ഈ ആൻ്റണിയുടെ ചുറ്റും അങ്ങ് കൂടി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ നേരെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സർ ഇവിടെ ഒന്നും ഇങ്ങനെ ബഹളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ആൻ്റണി പറയുന്നുണ്ട്, അതെ എനിക്ക് നഷ്ടപ്പെട്ടത് 3 മാസമാണ്, 90 ദിവസങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്, അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ, അത് നിങ്ങളുടെ MD ആണ് എനിക്കെതിരെ കേസ് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു പ്രശ്ന പരിഹാരം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നുള്ള കാര്യം ആൻ്റണി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സർ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുതിയൊരു മാനേജർ നിയമിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു മാനേജർ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരും എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ ആ മാനേജർ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ആൻ്റണിയെയും കൊണ്ട് അവൻ്റെ നേരെ ഈ വരുണിൻ്റെ ക്യാബിനിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. അവൻ വരുണിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വരുണിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇയാൾ
അതെ, ഇത് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഓണറായിരുന്നു. അയാൾ വേറൊരാൾക്ക് മറിച്ച് വിറ്റ് അയാളുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത്. ആ രണ്ടാമത്തെ ആൾ ഇയാളെ പറ്റിച്ചതാണ്. ഇപ്പോൾ ഇയാൾ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് MD കേസ് കൊടുത്ത് 3 മാസം ജയിലിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് വന്ന് ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നീ പരിഹരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ വരുന്ന ആകെ പതറുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇത് പരിഹരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്, സർ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അതാണ് MDയുടെ തീരുമാനം. MD പറഞ്ഞതാണ് നിങ്ങളോട് പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ഡീൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൻ്റണീനെ അവിടെ ഇട്ടിട്ട് അയാൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വരുന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ വരുന്ന സർ ഇരിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇയാൾ അങ്ങ് ദേഷ്യത്തിൽ വരുന്നതിനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. എന്നോട് കൽപ്പിക്കാൻ നീ ആരാടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ വീണ്ടും അങ്ങ് കയർത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് MDയുടെ റൂമിലാണെങ്കിൽ സോനക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്തത്. അവൻ എന്തായാലും അവനെ അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള നല്ല കോൺഫിഡൻസിലാണ്. ബാക്കിയുള്ള എല്ലാ സ്റ്റാഫും ഈ മാനേജറുടെ പുറത്തുള്ള അങ്ങനെ കാത്തിരിക്കുകയാണ് എന്താ സംഭവിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ വെർണിൻ്റെ ഡോറിൻ്റെ പുറത്ത് തന്നെ ഉണ്ട് എല്ലാവരും. അപ്പോൾ ഈ ഒരു സമയത്ത് സോന പെട്ടെന്ന് തന്നെ അവളുടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല എന്തായി അതിനകത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ബഹളം ഉണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് സമയത്തേക്ക് അതിന് ഉള്ളിൽ ആരും പ്രവേശിക്കാൻ പാടില്ല. എന്ത് ബഹളം ഉണ്ടെങ്കിലും അവരുമായിട്ട് അങ്ങ് ഡീൽ ചെയ്തോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അവിടെ നിന്ന് അങ്ങ് പുറത്ത് വരാനോ അല്ലെങ്കിൽ അകത്ത് കയറി നോക്കാനോ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, സർ അയാൾ കുറച്ച് വയലൻ്റാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സോന പറയുന്നുണ്ട്, എന്താണെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അവൻ്റെ ക്യാബിന് തുറക്കാൻ പോയാൽ മതി എന്നുള്ള കാര്യം അങ്ങ് ഈ സോന പറയുന്നുണ്ട്. അത് സോന ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് അവന് ഭയങ്കര എഫിഷ്യൻ്റാണ്, അടിപൊളിയാണ് എന്നൊക്കെ. അവന് എന്തായാലും മുട്ടുമടക്കിയില്ലേ എന്നൊക്കെ നമുക്കങ്ങ് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെർണിനെ അങ്ങ് കളിയാക്കി നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇവരതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സോന ഇങ്ങനെ ഈ വെർണിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവനെ കൊത്തി കൊലപ്പെടുത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകും ഈ ആൻ്റണിയെ കൊണ്ട് ഈ വരുൺ അങ്ങ് ക്യാബിൻ്റെ പുറത്തേക്ക് അങ്ങ് വരുന്നത്. അതും നല്ല ഹാപ്പി ആയിട്ടാണ് ഈ വരുണിൻ അത്രയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ ആൻ്റണിയെ. അതും നല്ല കൂളായിട്ട് അങ്ങ് പുറത്തേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് വായിച്ച് നാളെ വരാം. ഓക്കെ, ബൈ ഓൾ.